ഇവിടെ നിന്നാണ് നമ്മൾ കോപ്പി എടുക്കുന്നത്. ഇതാരുടെ ഒരു ടി വിയും ചുമന്നുകൊണ്ട് പോകുന്ന ബാഹുബലി. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അശോക് ലൈലാൻഡാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ വാഹനം അശോക് ലൈലാൻഡ്. പോയിട്ട് ബർഗർ ബണ്ണ് വേണം. ബർഗർ ബണ്ണ് ഇതല്ല, ഇത് കമ്പനിയാണ്. നമുക്കിവിടെ ബേക്കറിയിൽ ഉണ്ടാക്കിയ ബണ്ണ് കിട്ടും. ഒരു മുട്ടക്കോസിൻ്റെ അല്ലെങ്കിൽ ഒരു കട്ട്ലേറ്റിൻ്റെ പീസും വെച്ച് കഴിഞ്ഞാൽ ബർഗർ ബണ്ണ് എന്നുള്ളത് ബർഗറായി മാറുകയും പിന്നെ അതിൻ്റെ വിലയും കൂടുകയും ചെയ്യും കേട്ടോ. എന്താല്ലേ ഫുള്ള് ചെളിയായിട്ടോ, വെള്ളം തെറിച്ചു. ഇനിയിപ്പോൾ ഒന്നുമില്ല ചെളി ആവാനായിട്ട്. നല്ല രീതിക്ക് കഴുകിയിട്ട കാറാണ്. ഇരിക്കുന്ന കോലം നോക്കിയാണ്. സ്കൂൾ അടയ്ക്കുന്ന ഡേറ്റ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യപ്പെടും കേട്ടോ. പെരുന്നാളിന് ജൂൺ 6 അടയ്ക്കുമെന്നും പറയുന്നുണ്ട്, ജൂൺ 13 അടയ്ക്കുമെന്നും. ഇങ്ങനെ 2-3 ഡേറ്റൊക്കെ പലരും പലതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഗുഡ് മോർണിംഗ് മച്ചാമരെ. അപ്പോൾ എന്തെല്ലാണ്ട് വിശേഷങ്ങൾ മൊത്തം ഇവിടെയാണ് കേട്ടോ. രാവിലെയാണ് നല്ല മഴയാണ്. എന്താ കാണിച്ചു തരാം. ഇപ്പോൾ കുറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വണ്ടിയിൽ വന്ന് കയറിയ സമയത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എവിടെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മദ്രസയിലോട്ട് പോകാനായിട്ട് നമ്മൾ റെഡിയായി വന്ന് വണ്ടിയിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇതുവരെയും ബൈ ഇറങ്ങി വന്നില്ല. മഴ പൊടിയുന്നതുകൊണ്ടായിരിക്കണം. എന്നാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ വണ്ടിയൊക്കെ നല്ല രീതിക്ക് കഴുകിയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ആയപ്പോഴത്തേക്ക് രാവിലെ നോക്കിയപ്പോൾ ഫുള്ള് മഴ ചെയ്ത് കുളമായി കിടക്കുന്നുണ്ടോ. വെറുതെ പോയി നമ്മുടെ 1.5 മണിക്കൂർ സമയം വണ്ടി കഴുകിക്കൊണ്ടിരുന്നിട്ട്. അപ്പോഴേ ഇനിയിപ്പം ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും ഇന്നത്തെ ദിവസം ഇനി വണ്ടി തൊടുന്നതേ ഇല്ല കേട്ടോ. ഇനി ഇതിപ്പോൾ കഴിവിലൊന്നും നടക്കത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, മഴ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രമേ ഇനി വണ്ടി കഴുകിയാൽ മതി. അതാണ് നല്ലത്. നമ്മൾ നല്ല രീതിക്ക് കഴുകിയിടും. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആകും, വീണ്ടും വന്ന് കഴുകിയിടും. ശരിയാവില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ വിടാൻ നമുക്ക് പോകാൻ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നേരെ മദ്രസയിൽ പോയിട്ട് പയ്യനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോഴും അച്ഛാമാരെ പയ്യനെ കൊണ്ട് മദ്രസയിൽ വിട്ടിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ലേറ്റായി. കാരണം വേറൊന്നുമല്ല, മദ്രസയിൽ എത്തിയപ്പോഴത്തേക്കും വലിയൊരു മഴ പെയ്തു. പിന്നെ അവിടെ പാർക്കിങ്ങിലങ്ങ് ഇട്ടു കേട്ടോ. മഴ തോന്നിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. മഴ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് വണ്ടികളൊക്കെ ആക്സിഡൻ്റായി അവിടെ കിടക്കുന്ന കണ്ടു. അപ്പോൾ പറയേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നല്ല ഗ്യാപ്പിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുമാത്രമല്ല ഫോഗ് ലാമ്പൊക്കെ ഓണാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്യാമറയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലായിടത്തും മുക്കിനും മൂലയിലും ക്യാമറയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂമിലേക്കാണ് കേട്ടോ. കുറച്ച് ലേറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം വന്നിട്ട് 9:40 എന്തായാലും ഇടത് സൈഡിലെ തിരക്ക് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അശോക് ലൈലാൻഡാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ വാഹനം അശോക് ലൈലാൻഡ്. അശോക് ലൈലാൻഡിന് ദുബായിൽ യാർഡുള്ള കാര്യം അറിയാം, സൗദിയിലുണ്ടോ എന്നുള്ള അറിയത്തില്ല. അറിയാവുന്ന മച്ചാന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ചെന്നിട്ട് കുറച്ച് തുണികളൊക്കെ കഴുകിടാണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴെന്തായാലും ഇനിയിപ്പോൾ നേരെ വീടെത്തിയതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയേണ്ടതെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വേലക്കാരിക്ക് 2 ദിവസമായിട്ട് തലവേദന കൂടുതലായതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഞാനും നമ്മുടെ മുതലാളിയായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് എക്സിറ്റ് 31 എക്സിറ്റ് 31 ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൗസ് ഡ്രൈവർമാർക്ക് ഹൗസ് മെയ്ഡുകൾക്കൊക്കെ ഫ്രീ ചികിത്സയാണ്. നിങ്ങളുടെ ഇക്കാമ കാർഡ് മാത്രം, ഇക്കാമ വാലിഡ് ആയിട്ടുള്ള ഇക്കാമ മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇക്കാമയും പിന്നെ വേറെ ഒന്നും അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട, ഇക്കാമയായിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിറ്റ് 31 കേട്ടോ. ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. 3 hours later. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ സ്കൂളെത്തി കേട്ടോ. മഴയുണ്ട്. അതുമാത്രമല്ല റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയാലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരത്തെ വന്നു. സമയം വന്നിട്ട് 12:40 ആയിട്ടുള്ളൂ. മഴ ഇങ്ങനെ പൊടിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇന്നൊന്നും തോരുന്ന ലക്ഷണം കാണുന്നില്ല. മഴയുടെ കാര്യമാണെങ്കിൽ ഉണ്ടല്ലോ, പെയ്ത് തുടങ്ങിയ ഇവിടെ മഴയോടെ ഞെരിച്ച മഴയായിരിക്കും. മഴ ഇല്ലെങ്കിലോ പിന്നെ ആ വഴി ഒരു മഴത്തുള്ളി ഒന്നും കാണുന്നില്ല.
നമ്മുടെ ചങ്ങാതിമാർ കുറച്ച് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഏതൊക്കെ അവരെ വണ്ടികളിൽ ഇരിക്കുകയാണ്. അതിന് എവിടെയാണെന്ന് അറിയത്തില്ല. ഇവിടെ എവിടെയൊക്കെ പാർക്കിങ്ങിൽ കാണണം. അപ്പോഴെന്തായാലും പോയി അവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും മദ്രസ വിടും കേട്ടോ. അപ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കത്തുള്ളൂ. അപ്പം മഴയായിട്ട് വെളിയിൽ പോയി നിന്നിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം. 1 hour later. ഫൈനലി നമ്മൾ മദ്രസയിൽ നിന്ന് വന്നിട്ട് നേരെ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, എന്നത്തെയും പോലെ ഇപ്പോൾ വീണ്ടും ഓർഡർ കിട്ടി. ബർഗർ ബന്ന്, പിന്നെ അതേ കണക്ക് തന്നെ കുക്കിംഗ് ക്രീം, പിന്നെ ചിക്കൻ ചെസ്റ്റ്, ഇത് 3 മേടിച്ചിട്ട് വരണം. പിന്നെ അതേ കണക്ക് തന്നെ നമുക്കൊരു കോപ്പി എടുക്കണം കേട്ടോ. അങ്ങനെ ഈ 4 ഡ്യൂട്ടികളാണ്, 4 സാധനങ്ങളാണ് നമുക്ക് വാങ്ങേണ്ടത്. കോപ്പി എടുക്കുന്ന ഷോപ്പ് ഇപ്പോഴും തുറന്നോ എന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ആദ്യം നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് പോകൽ ചടങ്ങാണ്. അതങ്ങ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മഴ പിന്നും പൊടിയുന്നുണ്ട് കേട്ടോ. മഴ തോന്നിട്ടില്ല, ചെറിയ രീതിക്ക് പൊടിയുന്നുണ്ട്. അപ്പം നമ്മൾ തായ് സ്ട്രീറ്റിലുള്ള അൽ വത്തനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ നമ്മൾ സ്ഥിരം പോകുന്ന കടയാണ്. അയ്യോ, ഫുള്ള് ചെളിയായിട്ടോ, വെള്ളം തെറിച്ചു. ഇനിയിപ്പോൾ ഒന്നുമില്ല ചെളി ആവാനായിട്ട്. നല്ല രീതിക്ക് കഴുകിയിട്ട കാറാണ്. ഇരിക്കുന്ന കോലം നോക്കിയാണ്. ഇനിയും അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ. അതോ അടച്ചുരുട്ടി വരുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ ദിവസം മുഴുവനും മഴ വിശേഷം തന്നെ എന്നാണ് തോന്നുന്നത് നമ്മുടെ ഡ്യൂട്ടിയിൽ. നോക്കാം എന്താണ് ഏതെന്ന് വെച്ചിട്ട് നമ്മളത് ഷോപ്പ് എത്താറായി. ഷോപ്പിന്റെ ബാക്ക് സൈഡിലുള്ള റോഡ് വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോഴും നമുക്ക് ഇനി മേടിച്ചിട്ട് കാണാം. സോറി, മേടിക്കുന്നത് നോക്കട്ടെ. തിരക്കില്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെടുക്കുക. കൂടുതലും ഈ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഷൂട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലേഡീസ് ആയിരിക്കും കേട്ടോ സാധനം എടുക്കാൻ വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൊബൈലും പിടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോഴും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡാജിൻ്റെ ചിക്കൻ ചെസ്റ്റാണ് 2 എണ്ണം. എൻഡാജ് നല്ലൊരു കമ്പനിയാണ്, ഇവിടെ സ്ഥിരം മേടിക്കുന്നത് എൻഡാജാണ്. എൻഡാജിൻ്റെ മേടിച്ചിട്ട് നമുക്ക് നേരെ പോയിട്ട് ബർഗർ ബന്ന് വേണം. ബർഗർ ബന്ന് ഇതല്ല, ഇത് കമ്പനിയാണ്. നമുക്കിവിടെ ബേക്കറിയിൽ ഉണ്ടാക്കിയ ബന്ന് കിട്ടും. ഒരു മുട്ടക്കോസിൻ്റെ അല്ലെങ്കിൽ ഒരു കട്ട്ലേറ്റിൻ്റെ പീസും വെച്ച് കഴിഞ്ഞാൽ ബർഗർ ബന്ന് എന്നുള്ളത് ബർഗറായി മാറുകയും പിന്നെ അതിൻ്റെ വിലയും കൂടുകയും ചെയ്യും കേട്ടോ. എന്താല്ലേ, ജസ്റ്റ് ഒരു 2 സാധനം ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ വില അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സാധനം എടുക്കാനായിട്ട് ഇപ്പോൾ അൽമറായി ജ്യൂസ് അല്ല മിൽക്ക്, സോറി. അപ്പോൾ അൽമറായി മിൽക്ക് ഇതാ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ പയ്യന്. അപ്പോൾ ഇത് ഒരു ബോക്സ്, ഇത് ഒരാഴ്ചത്തേക്ക് വരും. ഇനി നമുക്ക് വേണമെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയാൽ നമുക്ക് കുക്കിംഗ് ക്രീം, എല്ലാ അൽമറായി മയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ 3 ദിവസം മുന്നേ മേടിച്ചാണ്. 1 ലിറ്ററാണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ക്രീം മേടിച്ചു. ഇനി നമുക്ക് എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഐറ്റംസ്, ഒരു ഓറഞ്ച് ജ്യൂസ് എടുക്കണം, എല്ലാ തവണയും എടുക്കുന്ന പോലത്തെ. അതും എടുത്തിട്ട് നമുക്ക് നേരെ പടിയാവാം. ജസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പോയി ബില്ലടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോഴും നമ്മൾ ഇത്രയും സാധനം വാങ്ങിയതിന് 121 റിയാലായിട്ടോ. നാട്ടിലെ പൈസ വെക്കണമെങ്കിൽ 2600 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് കോപ്പി എടുക്കണം. പക്ഷേ കട ഇപ്പോൾ തുറക്കത്തില്ല. കോപ്പി എടുക്കുന്ന ബുക്ക് സ്റ്റോളൊക്കെ ഇപ്പോൾ അടച്ചിട്ടേക്കാണ്. നമുക്ക് നൈറ്റ് പോയി കോപ്പി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ റൂമിലോട്ട് പോകാം. പിന്നെ സ്കൂൾ അടയ്ക്കുന്ന ഡേറ്റ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യപ്പെടും കേട്ടോ. അതായത് വലിയ പെരുന്നാളിന് ആണ് ഉദ്ദേശിച്ചത്, ചെറിയ പെരുന്നാളല്ല. വലിയ പെരുന്നാളിന് ജൂൺ 6-ന് അടയ്ക്കുമെന്നും പറയുന്നുണ്ട്, ജൂൺ 13-ന് അടയ്ക്കുമെന്നും. ഇങ്ങനെ 2-3 ഡേറ്റൊക്കെ പലരും പലതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോഴേ ഇനിയിപ്പം ഒരാഴ്ചയോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം സ്കൂളൊക്കെ അടയ്ക്കും. ഇപ്പം തന്നെ രാത്രി നല്ല തിരക്ക് തുടങ്ങി കഴിഞ്ഞ് റോഡിലൊക്കെ. ഈ മഴയും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ ഒട്ടും പറയണ്ട കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നേരെ ഇത് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് നമുക്ക് കാണാം. 3 hours later. അപ്പോഴും മച്ചാമാരെ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. നമ്മൾ 5:30 ആയപ്പോഴത്തേക്കും ഓലയ സ്ട്രീറ്റിന് അടുത്തുള്ള ഒരു ബന്ധു വീട്ടിൽ, 2 ദിവസത്തെ മുന്നേത്തെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം, ഒരു ബന്ധു വീടാണ്. അവിടെ പോയിരുന്നു. വീട്ടിൽ നിന്ന് എന്തോ ഫുഡ് തന്നു, പാഴ്സൽ തന്നു വിട്ടു അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട്. നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടായതുകൊണ്ട് വണ്ടി ഇരുന്ന് തന്നെ നോമ്പ് അടക്കിയിട്ട് ഇപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ എത്തുമെന്നാണ് വെച്ചത്. പക്ഷെ 1-2 സിഗ്നൽ നമുക്ക് നല്ല പണിയാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും.
പള്ളിയിലൊക്കെ പോകാനായിട്ട് എല്ലാവരും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയം കൂടെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലണം. അപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടും, നമുക്ക് നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട്. എന്തായാലും നമ്മൾ നേരെ ഇപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് സാധനം അധികം ഉണ്ടായിരുന്നു, പിന്നെ തിരക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വട്ടായി. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നോക്കട്ടെ എന്താണ് ഏതാണെന്ന് വെച്ചിട്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോഴും വെച്ചാൽ നമ്മൾ പോയിട്ട് വന്നപ്പോൾ തന്നെ നമുക്കുള്ള ഫുഡ് റെഡി ആയിട്ട്. അപ്പം നമ്മൾ നോമ്പ് ഇറങ്ങി തന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കാണിച്ചു തരാം. ഇത് നമ്മുടെ വിംറ്റോയുടെ ജ്യൂസ്, പിന്നെ പിന്നെ എന്തുകൊണ്ട് അത് മക്രോണിയാണ് കേട്ടോ. ബാക്കി ഒന്നിൻ്റെയും പേരെനിക്കറിയത്തില്ല. എന്തായാലും എല്ലാം അറബിക് ഫുഡാണ്. ഒന്നിൻ്റെ പേര് അത്ര അറിയത്തില്ല, 1-2 പേര് മാത്രമേ അറിയില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് കഴിച്ചതിന് ശേഷം ഇനി ഒരു ഡ്യൂട്ടി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി എടുക്കാൻ പോകണം. നേരത്തെ വൈകുന്നേരം ഒരു കോപ്പി എടുത്ത് ഇനിയിപ്പോൾ ഒന്നുകൂടെ എടുക്കാനായിട്ട് പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം അതുകൂടെ പോയി എടുത്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ കോപ്പി എടുക്കുന്ന സെൻറ്ററിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കോപ്പി എടുക്കുന്നത്. ഇതാരുടെ ഒരു ടി വിയും ചുമന്നുകൊണ്ട് പോകുന്ന ബാഹുബലി. യെസ്, നമുക്ക് അകത്ത് പോയി കോപ്പി എടുക്കാനായിട്ട് പോകാം. ആരും തിരക്കൊന്നുമില്ല കേട്ടോ. ഈ കാണുന്നതെല്ലാം ഈ ഡോറിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സൈസ് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കോപ്പി എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം, അടുത്ത ഡ്യൂട്ടി വരേണ്ട സമയമാണ്. അപ്പോഴേ നമ്മൾ കോപ്പി കൊണ്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാനായിട്ട് എവിടെ പോകാനായിട്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നൈറ്റ് ഡ്യൂട്ടികളാണ്, അത് നമ്മൾ കാണിക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.